എന്താ അല്ലേ ആ കടലിൻ്റെ കളറൊന്ന് നോക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? കാപ്പിലാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ കടലും കായലും ഒന്നിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കാപ്പിൽ എന്ന് പറയുന്നത്. ഈ കാപ്പിലിന് അടുത്തായിട്ട് തന്നെ ഉള്ളൊരു ക്ലിഫാണ് വെറ്റക്കട എന്ന് പറയുന്നത്. അധികം മാർക്കും തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കാപ്പിലും പിന്നെ അതുപോലെ ഈ വെറ്റക്കട ക്ലിഫിലേക്കുമാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വർക്കല റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പരവൂരിലേക്കുള്ള ബസ് പിടിച്ച് നമ്മളിപ്പോൾ കാപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാപ്പിലിന് മുമ്പായിട്ടുള്ള വെറ്റക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഏകദേശം ഒരു നട്ടുച്ച സമയത്താണ് ഞാൻ വെറ്റക്കട വന്ന് ഇറങ്ങിയിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് റോഡ് സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബീച്ച് കാണാൻ കഴിയും. ആ കാണുന്നതാണ് വെറ്റക്കട ബീച്ചിൻ്റെ ഒരു ഭാഗം. റോഡിൽ നിന്നും ഇങ്ങനെ ഒരു റോഡ് അകത്തോട്ടേക്ക് കാണും. ഈ റോഡ് നമ്മൾ നേരെ വരുമ്പോൾ ഇതുപോലൊരു റോഡ് മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ബീച്ചും കാണാം. ഈ സ്കൂട്ടി പോകുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാൻ കഴിയുന്നത് ക്ലിഫിലേക്കാണ്. ഇത് വളരെ ചെറിയ ഒരു കടൽ തീരമാണ്. കരയിലെ 2 വള്ളങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നു. കാലപ്പഴക്കം വന്ന് തകർന്നതോ ഇല്ലെങ്കിൽ കടലിൻ്റെ തിരയടിയിൽപ്പെട്ട് തകർന്നതോ ആവാം. ഞാൻ പതിയെ ക്ലിഫിലേക്ക് നടന്നു. നോക്കത്ത ദൂരത്തോളം നീല കളറിൽ പരന്നു കിടക്കുന്ന കടൽ. കടൽ ഇന്ന് വളരെ ശാന്തമാണ്. ചെറിയ തിരമാലകളേ ഉള്ളൂ. ഈ കടലൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലുണ്ട്. നമ്മൾ തനിച്ച് വന്ന് കടപ്പുറത്തൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ആ ഒരു ഫീലില്ലേ, അത് ആ സംഭവം. കുറച്ചുകൂടി മുൻപിലോട്ട് പോയി നടന്നു നോക്കാം. അവിടത്തെയും കാഴ്ചകൾ കാണണമല്ലോ. പിന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഷേക്കിങ്ങൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കാര്യം പ്ലാനിങ് ഒന്നും ഇല്ലാതെ വന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഗിംബലും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വെറും ഫോൺ കയ്യിൽ വെച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് അതിൻ്റേതായ പോരായ്മകളും കാണും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ, അതായത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ മറക്കണ്ട. പിന്നെ കുറേ പേർ ട്രാവൽ പീഡിക എന്ന് പറയുന്ന എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ക്ലിഫിൽ നിന്നും ഞാൻ പയ്യെ താഴെ ബീച്ചിലേക്ക് ഇറങ്ങി. 2 വിദേശികൾ തീരത്തുകൂടെ നടന്നു വരുന്നു. ഇവർ 2 പേരും ഇവിടെ മീൻ പിടിക്കാൻ വന്നവരാണ്. കയ്യിൽ ചൂണ്ടയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ചൂണ്ടിടാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്നു. ഞാനിതൊക്കെ കുറച്ച് കൗതുകത്തോടെ നോക്കി നിന്നു. കുറച്ചു നേരം ഇവരോട് കമ്പനി അടിക്കുകയും ചെയ്തു.
ചൂണ്ട ഇതുപോലെ കുത്തി വെച്ചിട്ട് അവർ മാറിയിരിക്കും. ചൂണ്ടയിലേക്ക് മീൻ പിടിക്കുമ്പോൾ ഈ ചൂണ്ട അനങ്ങും. അന്നേരം അവർ വന്ന് ഈ ചൂണ്ട എടുത്ത് മീനെ വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ബീച്ച് എൻഡാണ്. അതായത് കടൽ ഭിത്തിയൊക്കെ ഏകദേശം പൊളിഞ്ഞു പോയി. ഇതൊരു റിസോർട്ടിൻ്റെ സൈഡ് കൂടിയാണ്. അതായത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇതിലേ വേണമെങ്കിലും നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാം. പക്ഷേ അത് സ്വന്തം റിസ്കിലായിരിക്കണമെന്ന് മാത്രം. ഈ ഒരു ഭാഗമൊക്കെ ഏകദേശം കടൽ കയറി കഴിഞ്ഞു. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സ്ഥലം എന്തുമാത്രം അപകടം നിറഞ്ഞതാണെന്ന്. വളരെ ആഴമുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഞാൻ അത്രയും സേഫ് സോണിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ അഥവാ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പടവുകളിൽ ഇറങ്ങാനോ കടലിൽ ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കയറാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി. കടലിന് അഭിമുഖമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ ഇരുന്നുള്ള സൺസെറ്റ് കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കും. ഇതുവഴി ബസ്സിൽ പോയിട്ടുള്ളവർ ഈ ഒരു സ്ഥലം എന്തായാലും ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യതയില്ല. അത്രയേറെ മനോഹരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെറ്റക്കട പള്ളിയുടെ അടുത്തായിട്ടാണ്. ഈ പള്ളിയുടെ താഴെ കൂടെ ഒരു വഴി കാണാം. അതായത് ഇപ്പോൾ ഇതിലെ ഒരു ബുള്ളറ്റ് പോകും. ഈ ബുള്ളറ്റ് പോകുന്ന വഴിയെ വേണം നമുക്കിനി പോകാൻ. ഇവിടെ അടുത്തായിട്ട് തന്നെ കുറച്ച് പേർ നിന്ന് മീനൊക്കെ വിൽക്കുന്നുണ്ട്. ഞാനിതുവഴി പയ്യെ ബീച്ചിലോട്ട് ഇറങ്ങി. 2 പേർ സ്കൂട്ടിയിലെതിരെ വരുന്നുണ്ട്. ഒരു വൃദ്ധൻ കുളിയൊക്കെ കഴിഞ്ഞ് പയ്യെ നടക്കുകയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വീടുകളുടെ സമീപത്തായി അശകെട്ടി തുണിയൊക്കെ ഉണങ്ങാൻ വിരിച്ചിട്ടിട്ടുണ്ട്. ഈ വീടുകളിലാണ് ഇവർ മത്സ്യബന്ധനത്തിന് ആവശ്യമായ വല പോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. സീപോർട്ട് ബോയ്സ് സ്ഥലത്തെ പ്രധാന ആൾക്കാരാണെന്ന് തോന്നുന്നു. നല്ല വിശാലമായ കടപ്പുറം. കുറേ വള്ളങ്ങൾ ഇങ്ങനെ തീരത്ത് കയറ്റിയിട്ടിരിക്കുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നിരിക്കുന്നവയാണിവ. ഇവിടെ അടുത്തായി കുറേ കുടിലുകളൊക്കെ കാണാം. ഇതെല്ലാം ഇതുപോലെ വലകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അടുക്കിനടുക്കിനായി വള്ളങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ചകൾ കാണാൻ തന്നെ ഒരു രസമാണ്. പല നിറത്തിൽ പല കളറിൽ, എല്ലാത്തിലും നീലമയം എന്തായാലും ഉണ്ട്. കടലിൻ്റെ നീല, ആകാശത്തിൻ്റെ നീല, വള്ളത്തിൻ്റെ നീല, മൊത്തം ഒരു നീല ടച്ച്. ഈ ഒരു ഫ്രെയിം നോക്കിക്കേ. നമുക്ക് കുറച്ചുകൂടെ മുൻപിലോട്ട് നടന്നു നോക്കാം. ഈ തീരം ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക വിശാലമായ കാഴ്ച. ഈ വീടുകളിലൊക്കെ ഇവർ താമസിക്കുന്നുമുണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാം കടലിൽ പോയിട്ട് വന്നവരാണ്. വല വൃത്തിയാക്കുന്ന തിരക്കിലാണിവർ. വലയിൽ നിന്നും കിട്ടുന്ന മീനെല്ലാം ഇവർ സൈഡിലായി ഒരു കുട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ തീരത്തോട് ചേർന്ന് മറ്റു 3 പേരും വല വൃത്തിയാക്കുന്ന തിരക്കിലാണ്. ഇവർക്ക് ഇന്ന് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കാണുന്ന വിശാലമായ ബീച്ചിൽ നേരെ പോയാൽ എത്തുന്നത് കാപ്പിലിലേക്കാണ്. നമുക്കിനി നേരെ കാപ്പിൽ ബീച്ചിലോട്ട് പോകാം. അവിടെ കുറേ കണ്ടൽക്കാടുകളും ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. എടാ എന്താ പൊളിയല്ലേ. അങ്ങനെ കുറേ ദൂരം നടന്ന് ഞാനിപ്പോൾ കാപ്പിലിൻ്റെ കായൽ തീരത്തെത്തിയിരിക്കുകയാണ്. എന്ത് മനോഹരമായ പച്ച പുൽത്തകടിയാണ് ഇവിടെയുള്ളത്. ദൂരെയായിട്ട് പരുന്തുകളൊക്കെ പറന്നു പോകുന്നു. ഞാൻ വന്നത് അവർക്ക് ഡിസ്റ്റർബായെന്നാണ് തോന്നുന്നത്. ഈ വിശാലമായ പുൽത്തകടി കണ്ടിട്ടൊന്ന് കിടക്കണമെന്നുണ്ട്.
സത്യത്തിൽ വെയിൽ തലയിലടിച്ചെന്താ പൊള്ളി നിൽക്കുകയാണ്. കായലിൽ ചാടി ഒന്ന് കുളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നീന്തലറിയാത്തത് കൊണ്ട് ഇങ്ങനെ കരയിൽ നിന്ന് കാണാനുള്ള നിവൃത്തിയേ ഉള്ളൂ. ഈ കാണുന്ന കക്കയോ ചിപ്പിയോ ശംഖോ അങ്ങനെ എന്തോ ആണ്. ഈ കായലിൻ്റെ തീരത്ത് മൊത്തവും ഇതുണ്ട്. ചെറിയൊരു കൗതുകം തോന്നിയിട്ട് കയ്യിലെടുത്തതാണ്. ഒരു വശത്ത് കായൽ, ഒരു വശത്ത് കടൽ. എന്താ അല്ലേ, ഇതാണ് കാപ്പിലിൻ്റെ പ്രത്യേകത. ഇതാ ഈ വീട് നോക്കി, എന്താ അല്ലേ ഭംഗി. ഓടിട്ട ആ ഒരു വീടും പിന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേകതരമായ നീല കളർ പെയിൻറ്റും കടലിൻ്റെ കളർ തന്നെയാണ് വീടിനും. പിന്നെ ഇതിൻ്റെ ആ ചുറ്റുവേലി നോക്കി, കമ്പൊക്കെ കൊണ്ട് കെട്ടിയ ഫ്രണ്ടിൽ വിശാലമായ ബീച്ചും. വളരെ എന്തോ പറയുക, ഒരു ഭംഗിയുള്ളൊരു കുഞ്ഞു വീടെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നതാണ് കായലും കടലും കൂടെ ഒന്നിക്കുന്ന സ്ഥലം, അതായത് പൊഴി. ഇപ്പോൾ കായലിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ കായൽ ഇറങ്ങിക്കിടക്കുകയാണ്. പിന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ വെള്ളം ഇറങ്ങി കിടക്കുന്ന സമയത്ത്, അതായത് കായലും കടലും ഒന്നിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ നടന്നു പോകാനാവില്ല. പകരം നിങ്ങൾ കാപ്പിൽ ബീച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് കാപ്പിൽ പാലത്തിൻ്റെ അവിടെ ഇറങ്ങണം. അല്ലെങ്കിൽ ഇതുപോലെ കണ്ടൽക്കാട്ടിലൊക്കെ പോയി കാണണമെന്നുണ്ടെങ്കിൽ വെറ്റക്കട ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ വന്നതുപോലെ വന്നിട്ട് പിന്നെ തിരിച്ച് വീണ്ടും നിങ്ങൾ വെറ്റക്കട ബസ് സ്റ്റോപ്പിലൊക്കെ തന്നെ നടക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ നടക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഈ സൈൻ ബോർഡിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഒരു അപകട മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആരെയും കടലിൽ ഇറങ്ങാനായിട്ട് ഞാൻ പറയത്തില്ല. കാര്യം നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടെന്നാണല്ലോ. പിന്നെ കുളിക്കണമെന്നുള്ളവർക്ക് ഇതുപോലെ കായലിലൊക്കെ ഇറങ്ങി കുളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കായലിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോകണമെന്നുള്ളവർ ഇവിടെ വന്നാലും മതിയാകും. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഇവിടെ അത് ചോദിക്കാനായിട്ട് ഞാൻ ആരെയും കണ്ടതുമില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റായ കാപ്പൽ പാലം. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ, ഈ കാണുന്ന റോഡും രണ്ട് സൈഡിലായിട്ട്, അതായത് ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലും, നടുക്കൂടി ഈ റോഡും. ഈ പാലത്തിന് മുകളിൽ നിന്ന് ഈ കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഈ പാലത്തിൽ കൂടി ഒരു ബസ് പോയാലുള്ള കാഴ്ച എന്തായിരിക്കും? അപ്പോൾ ഈ വിശാലമായ കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും തീർച്ചയായും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.